ഹായ് ഓൾ, ചാപ്റ്റർ നമ്പർ 11 പാർട്സ് ഓഫ് സർക്കിളിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പേജ് നമ്പർ 192ലുള്ള രണ്ട് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി? ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് എത്രയാണ്? 3 cm ആണ് റേഡിയസ്. അതിൽ നമ്മളൊരു സെക്ടർ വരച്ചിട്ടുണ്ട്. ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാൻ ഫിഗറൊന്നും ആവശ്യമില്ല, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് വരയ്ക്കുന്നുണ്ട്, ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ട്. നോക്കിക്കോ, ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി ഇതിലൊരു സെക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്ടർ എങ്ങനെയാണ് വരിക? ഏകദേശം ഇങ്ങനെ വരും. ഈ സെക്ടറിൻ്റെ ആംഗിൾ 120 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഇവിടെ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. സെക്ടറിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻ്റെ ഏരിയ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലേ? ഏരിയ ഓഫ് സെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ഏരിയ ഓഫ് സെക്ടർ ഇക്വേഷൻ ഇങ്ങനെയാണ്: പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. ആ റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്ററാണ്? 3 cm ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആംഗിളാണ്. അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. ഇനി നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് ഞാൻ ഫിഗർ വരയ്ക്കണം നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ഫിഗർ വരയ്ക്കാൻ നേരിട്ട് ആൻസർ എഴുതി വെച്ചാലും മതി. നോക്കുക, പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളടത്ത് 3 സ്ക്വയർ എന്ന് വരും. 3 സ്ക്വയറിന് തൽക്കാലം എന്തെന്ന് എഴുതാം? 3 × 3 എന്ന് എഴുതാം. ഇൻറ്റു സെൻട്രൽ ആംഗിൾ വരുന്നത് 120 ആണ്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 360. വർക്കിംഗ് കോളത്തിൽ ഇതിൻ്റെ വെട്ടി ചെറുതാക്കി നോക്കാം. പൈ ഇൻറ്റു 3 × 3 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360. നോക്കിക്കോ, ആദ്യം 120ൻ്റെയും 360ൻ്റെയും പൂജ്യങ്ങൾ പോയി. 12നെയും 36നെയും നമുക്ക് ഹരിക്കാൻ പറ്റും. 12ൽ 12 ഒരു വട്ടം, 36ലോ 3 പ്രാവശ്യം പോവും 12. ഇനി താഴെ ഒരു 3 ഉണ്ട്, മേലെ ഒരു 3 ഉണ്ട്, അതും വെട്ടി. ബാക്കി ഇനി ആരാളുള്ളത്? 3 ഉണ്ട്, 1 ഉണ്ട്. 3 × 1 എത്രയാണ്? 3 ആണ്, 3 ആണ്. പിന്നെ ഒരു പൈ ബാക്കിയില്ലേ? അപ്പോൾ 3 പൈ എന്നാണ് ആൻസർ കിട്ടുക. എന്താണ് ആൻസർ? 3 പൈ. ഇത് ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്താ വരിക? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്ക് തന്ന റേഡിയസ് സെൻറ്റിമീറ്ററിലായിരുന്നു, അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ വരിക. ഇനി നേരെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ? സെയിം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ എത്രയായിരുന്നു സെൻട്രൽ ആംഗിൾ? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? 120 ഡിഗ്രിയാണ്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 cm. അപ്പോൾ ഇവിടെ മാറിയത് ആരാ? റേഡിയസ് ആണ് മാറിയത്. 3 ഉള്ളത് എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറിയിട്ടുണ്ട്. സെയിം ഇക്വേഷൻ, സെയിം മെത്തേഡ് നേരെ ചെയ്യാം. അപ്പോൾ ഇവിടെ മാറിയുള്ള രണ്ട് ആളുകളെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി തന്നെ, നേരത്തെ അതേ ആൾ തന്നെയാണ്. ഇനി റേഡിയസ് മാറിയിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ ആയി? 3 ഉള്ളത് 6 cm ആയി. ഇനി ഏരിയ ഓഫ് സെക്ടർ ഇക്വേഷൻ നമുക്കറിയാം. പൈ ഇൻറ്റു ആർ സ്ക്വയർ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിടത്ത് എത്ര വരും? 6 വരും. അപ്പോൾ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360. നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 0 എന്തായിപ്പോയി? കട്ട് ചെയ്ത് പോയി. 12ഉം 36ഉം വെട്ടാം. താഴെ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 36ൽ 12 3 വട്ടാണ് പോവുക. ഇനി 3ഉം 6ഉം വെട്ടിയാൽ ഇവിടെ എന്ത് കിട്ടും? 2 എന്ന് ആൻസർ കിട്ടും. ഇനി ഇവിടെ ബാക്കിയുള്ളത് 2 ഉണ്ട്, 6 ഉണ്ട്. 2 × 6 എത്രയാണ്? 12 ആണ് ആൻസർ. അപ്പോൾ 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടുക. 12 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ 2 സബ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം.
ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഇൻ ദ പിക്ചർ ബിലോ. ഈ ചിത്രത്തിൽ ഒരു ഗ്രീൻ റീജിയൻ ഉണ്ട്. അതാ ഈ കാണുന്ന ഗ്രീൻ റീജിയൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ചിത്രത്തിൽ തന്ന കാര്യം എന്താ? പുറമെ ഒരു വലിയൊരു സർക്കിൾ അല്ലേ? ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ ആണ് സർക്കിളിൻ്റെ റേഡിയസ്. ഇനി ഉള്ളിലൊരു ചെറിയ സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഇവരുടെ ഇടയിലുള്ള ഈ ഒരു സെക്ടർ വരച്ചിട്ടുണ്ട്. ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾ എത്ര സെക്ടർ കാണുന്നുണ്ട് നോക്കിക്കേ. ഒന്ന് ഈ സെക്ടർ അല്ലേ, ഒരു ചെറിയൊരു സെക്ടർ ഉണ്ട്. സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി, റേഡിയസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റേഴ്സ്. ഇനി വേറെ സെക്ടർ കാണുന്നുണ്ടോ? ഉണ്ട്. ഏതാ സെക്ടർ? വലിയൊരു സെക്ടർ ഉണ്ട് അല്ലേ? ആ വലിയ സെക്ടറിൻ്റെയും സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാണ്? 120 ഡിഗ്രി തന്നെയാണ്. ഇനി റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി വലിയ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഇത്രയും പോർഷൻ വരുമല്ലോ, വരില്ലേ? അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്താൽ മതി? ചെറിയ സെക്ടറിൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആരെ ഏരിയ കിട്ടും? ഈ കാണുന്ന ഗ്രീൻ റീജിയൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് സെക്ടറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കും, വലുത് നിന്ന് ചെറുത് കുറയ്ക്കും. അപ്പോൾ നേരെ ജസ്റ്റ് എഴുതി നോക്കാം. ഏരിയ ഓഫ് ലാർജർ സെക്ടർ, വലിയ സെക്ടറിൻ്റെ ഏരിയ. ഇക്വേഷൻ ജസ്റ്റ് ചെയ്താൽ πr² ഇൻറ്റു x/360. ഇതിൽ r എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. ചിത്രത്തിലേക്ക് നോക്കുക. റേഡിയസ് എത്രയാണ്? ഈ കാണുന്ന 3 ആണ് റേഡിയസ് അല്ലേ? അപ്പോൾ 3 എന്ന് വരും r പകരം. x എന്ന് പറഞ്ഞാലോ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 3 × 3 എന്ന് എഴുതാം. ഇൻറ്റു x എന്നുള്ളടത്ത് 120 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ 360. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ ആൾ തന്നെയാണ് ഇവിടെ. പൈ ഇൻറ്റു 3 × 3 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360. നേരെ വെട്ടി വെക്കാം. 0 0 പോയി. 12 36 വെട്ടിയാൽ താഴെ എത്ര കിട്ടും? 3. ഈ 3 വെട്ടി. ബാക്കി ഇനി 3 പയ്യേ ഉള്ളൂ. 3 × π എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 3π. അപ്പോൾ ഇവിടെ കിട്ടി 3π സെൻറ്റിമീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഏരിയ ഓഫ് സ്മോളർ സെക്ടർ. സ്മോൾ സെക്ടറിൻ്റെ ഏരിയ എന്താണ്? ഇതേപോലെ ഇക്വേഷൻ π ഇൻറ്റു r² എന്ന് വരും. r എന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആണ്. അപ്പോൾ 2 × 2 ഇൻറ്റു 120 ഡിഗ്രിക്ക് ഒരു മാറ്റമില്ല, 120 ഡിഗ്രി തന്നെ, ഡിവൈഡഡ് ബൈ 360. ചെയ്ത് നോക്കാം വർക്കിംഗ് കോളത്തിൽ. π ഇൻറ്റു 2 × 2 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360. ആര് വെട്ടിപ്പോവും? 0 0 വെട്ടിപ്പോയി. 12നെയും 3നെയും നമുക്ക് വെട്ടാം. 12നെയും 3നെയും വെട്ടി എന്താ കിട്ടുക? 12നെയും 36നെയും അല്ലേ? 12നെയും 36നെയും വെട്ടിയാൽ താഴെ 3 കിട്ടും. ഇനി മേലെയും താഴെ ഇനി വെട്ടാൻ ആരുമില്ല. അപ്പോൾ 2 × 2 എത്ര കിട്ടുക? 4 ആണ്. മേലെ 4π എന്ന് വരും, ഡിവൈഡഡ് ബൈ 3. 4π ഡിവൈഡഡ് ബൈ 3 എന്നാണ് അവിടെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതി വെച്ചു. 4π ഡിവൈഡഡ് ബൈ 3, അതല്ലെങ്കിൽ 4/3 ഇൻറ്റു π, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 4/3π സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് വേണ്ട ഗ്രീൻ റീജിയൻ്റെ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ കുറയ്ക്കുക. വലിയ ഏരിയ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സെക്ടറിൻ്റെ ഏരിയ 3π. രണ്ടാമത്തതോ 4/3π. അപ്പോൾ അത് കുറച്ചാൽ മതി. 3π മൈനസ് 4/3π. ഇത്രയും എഴുതി വെച്ചാൽ നമ്മൾ എന്തായി? ആൻസറായി. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ പൈൻ്റെ വാല്യൂ കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 3π എന്ന് പറഞ്ഞാൽ 3 × 3.14 മൈനസ് 4/3 ഇൻറ്റു 3.14. പൈക്ക് എന്ത് കൊടുത്തു? വാല്യൂ കൊടുത്തു. പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 ആണ്. അപ്പോൾ ജസ്റ്റ് കൊടുക്കുക. വേണമെങ്കിൽ ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കാം. 3.14 ഇൻറ്റു 3 എത്ര കിട്ടുക? 4 × 3 12 ആണ്. ബാക്കി 1. 3 × 1 3 3 1 4 എന്ന് കിട്ടും. വീണ്ടും 3 × 3 9 എന്ന് കിട്ടും. 9.42 എന്നാണ് കിട്ടുക. അപ്പം 9.42 മൈനസ് 4/3 ഇൻറ്റു 3.14. അത് നമ്മൾ ചെയ്ത് നോക്കണം.
അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. 3.14 ഇൻറ്റു 4 ആദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 4 ഇൻറ്റു 4 16, ബാക്കി 1 ഉണ്ട്. ഇനി 4 ഇൻറ്റു 1, 4 ഇൻറ്റു 1 എത്രയാണ്? 4ഉം നേരത്തെ 1ഉം കൂട്ടിയാൽ 5 എന്ന് കിട്ടും. 4 ഇൻറ്റു 3 12 എന്ന് കിട്ടും. 12.56 എന്നാണ് 4 ഇൻറ്റു 3.14 ചെയ്താൽ കിട്ടുക. അത് മതിയോ? പോരാ. ബൈ എന്തുണ്ട്? ബൈ ഒരു 3 ഇവിടെ കാണുന്നുണ്ടല്ലേ, അപ്പോൾ ബൈ 3യും കൂടെ ചെയ്യണം. 12.56 ഡിവൈഡഡ് ബൈ 3. തൽക്കാലം നമുക്ക് പോയിൻ്റ് മാറ്റി വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് 1256 ഹരിക്കണം 3 ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്താ കിട്ടുക? 1 പോവില്ല. 12 എത്ര വട്ടം പോവും? 4 വട്ടം പോവും. പിന്നെ 5 എത്ര വട്ടം പോവും? 1 വട്ടം പോവും. ബാക്കി 5 3 വരെ പോയി കഴിഞ്ഞാൽ 2 ബാക്കിയുണ്ട്. ആ 2 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. 26. 26 എത്ര പ്രാവശ്യം പോവും? 3. 26 4 വരെയാണ് പോവുക. അപ്പം 8 ടൈംസ്. ഇത് ബാക്കിയുണ്ട്, കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 4 പോയിൻ്റ് എന്തെന്ന് എടുക്കാം? 18. ബാക്കി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 4.19 അപ്രോക്സിമേറ്റ്ലി എടുക്കാം. അപ്പുറത്തേക്ക് നിർത്താതെ അങ്ങനെ പോവുകയാണ്. അപ്പം 9.42 മൈനസ് 4.19 ഞാൻ എടുത്തു. എന്താ ആൻസർ കിട്ടുക? 5.23 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മളോട് ഡെസിമലായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതുവരെ ചെയ്താലും മതി. ഈ കാണുന്ന ഇതുവരെ ചെയ്തു വെച്ചാലും നമുക്ക് എന്തായി? ആൻസറായി. ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 192 2 ക്വസ്റ്റ്യൻസ്, ഷോർട്ട് വീഡിയോ ആണ്, എളുപ്പമുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പേജ് നമ്പർ 193 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.